ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അസുഖങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അപ്പം എന്താ ഇന്ന് ഞാൻ ചക്കക്കുരു മാങ്ങയും പിന്നെ കുറച്ച് ഉണക്കമീനും കൂടി ഇട്ടുള്ള അടിപൊളി ഒരു കറിയാണ്. എനിക്കൊരാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ എന്താ ഒരു അയലമീനാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ തലയൊക്കെ അങ്ങ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. തലയൊന്നും ആവശ്യമില്ല. ഇവിടെ മക്കളൊക്കെ ഉണക്കമീനൊക്കെ കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനും ഇക്കായി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തത്. നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് കഴിക്കണവരുണ്ട് അതിനനുസരിച്ച് മീനെടുക്കുക. അപ്പോൾ എന്താ തീക്കനലിലിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ കേട്ടോ. അങ്ങനെ ഒന്ന് ചുട്ടിട്ടൊന്ന് കറി തയ്യാറാക്കി നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ്. വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തീക്കനലൊക്കെ ഉണ്ടായിരുന്നു. ചോറ് വെച്ചിട്ട് ആ അടുപ്പിൽ തന്നെ ഞാൻ ആ ഒരു മീനെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒരുപാട് വ്യൂസൊക്കെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ പുറമേയുള്ള ആ ഒരു ചാമ്പലും കരിയും അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം. അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ എനിക്കിത് ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. നമുക്ക് ഇങ്ങനെയൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാനും പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ മീനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് മാത്രമേ ചെയ്ത് നോക്കുന്നുള്ളൂ. അതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റിക്കളയണം. ഇപ്പം നമുക്ക് അതിൻ്റെ മുള്ളൊന്നും വേണ്ട. ആ മുള്ളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ മാംസം മാത്രം പൊടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ചക്കക്കുരു ൻ്റെ കൂടെ മാങ്ങയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങ ഒരുപാടൊന്നും വേണ്ട. ഒരു ചെറിയ 2 കഷ്ണം മാത്രമേ എടുക്കണുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞതിന് ശേഷം അതിലേക്കൊന്ന് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു പുതിയ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ച് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു മാങ്ങയിലും ചക്കക്കുരുവിലും എല്ലാം ഒന്ന് ആ ഒരു മസാല പിടിക്കണം. അതിന് വേണ്ടി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കവർപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് ചക്കക്കുരുവിനും മാങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് ഏറിപ്പോവണ്ട, കുറച്ച് മാത്രം മതിയാകും. നമ്മുടെ ഉണക്കമീനിനകത്തിൽ ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി ഉപ്പ്. അതിനുശേഷം ഒരു ആവശ്യത്തിന് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചക്കക്കുരു ഒക്കെ വെന്തോന്നൊന്ന് നോക്കുകയാണ്. ചക്കക്കുരു ഒന്നും വെന്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരവും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തൊന്ന് വേവിക്കുകയാണ്. നല്ലതുപോലെ ചക്കക്കുരുവൊക്കെ വെന്ത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തെങ്കിൽ മാത്രമേ ആ ഒരു കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയുള്ളൂ. അത്യാവശ്യം ടേസ്റ്റ് ഒരു നാടൻ കറിയാണ്. ഇതേപോലെ നമ്മൾ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ മുള്ള് കളഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമീനുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം സിമ്മിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. കറിയൊക്കെ നല്ല പോലെ വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു.
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഉണക്കമീൻ ചുടുമ്പം നമ്മൾ തീക്കനലിലിട്ട് വേണം ചുട്ടെടുക്കാൻ. ഏത് മീനായാലും മതിയാകും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും പുതിയതായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.